ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കെ.വി. കുഞ്ഞിരാമൻ അടക്കമുള്ള മുഴുവൻ പ്രതികളെയുമാണ് ഉച്ചകഴിഞ്ഞ് കണ്ണൂരിലേക്ക് മാറ്റിയത്. പി. ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാരും നിരവധി പ്രവർത്തകരും പ്രതികളെ എത്തിക്കുന്നതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. മുദ്രാവാക്യ വിളികളുമായാണ് പ്രവർത്തകർ പ്രതികളെ വരവേറ്റത്. പ്രതികൾക്ക് പുസ്തകം നൽകാനാണ് ജയിലിലെത്തിയതെന്ന് പി. ജയരാജൻ പറഞ്ഞു. CPM-ന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ കെ.വി. കുഞ്ഞിരാമനെ അദ്ദേഹം എൻ്റെ MLA കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ തന്നെയാണ് വന്നത്. മറ്റു പ്രതികൾ കാണുന്നുണ്ടോ? അല്ല, ഞാനിപ്പം എനിക്കൊരു പരിപാടിക്ക് പോകണം. അതിനിടയിൽ കാണാൻ പറ്റുന്നവരെ എല്ലാം കാണും. എല്ലാവരും കാണും. എല്ലാ പ്രതികളെയും കാണാൻ തന്നെയാണോ വന്നത്? എല്ലാ പ്രതികളെയും ഇവിടെ കുറേ CPM-കാരായിട്ടുള്ള തടവുകാരുണ്ട്. അവരെല്ലാം കാണുന്നില്ല. ഇപ്പം ഇവിടെ ഉള്ളവരാരാണോ അവരെ കാണും. ഈ പെരിയ കേസിലെ മുഴുവൻ അത് ഞാൻ വന്നിട്ട് പറയാം. വന്നിട്ട് നിങ്ങളോട് കുറച്ച് പറയേണ്ടതുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച മലപ്പുറം നിലമ്പൂരിൽ വ്യാപക പ്രതിഷേധം. PV അൻവർ അനുകൂലികൾ DFO ഓഫീസ് അടിച്ചു തകർത്തു. വനംമന്ത്രി പ്രവർത്തിക്കുന്നത് മൃഗങ്ങൾക്ക് വേണ്ടിയാണെന്ന് PV അൻവർ MLA ആരോപിച്ചു. മരിച്ച മണിയുടെ കുടുംബത്തിന് ഉടൻ സഹായം കൈമാറുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് മണിയെ കാട്ടാന ആക്രമിച്ചത്. മാഞ്ചേരിയിൽ വെച്ച് ആക്രമമേറ്റ മണിയെ നിലമ്പൂർ ആശുപത്രിയിൽ കൊണ്ടുവരും വഴിയാണ് മരിച്ചത്. വനപാലകർ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നാരോപിച്ചാണ് പ്രതിഷേധം നടന്നത്. ഇല്ല, ഞാൻ വേറൊരു സ്ഥലത്തിലാണ്, ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ പോയി എത്തിയ ശേഷം ഞാൻ ഏറ്റി വന്നത്. എനിക്ക് വിവരം കിട്ടിയ 8:10 രാത്രി. പ്രിയങ്ക ഗാന്ധി DFOയെ വിളിച്ച് എല്ലാ സഹായവും ചെയ്യാൻ നിർദ്ദേശം നൽകി. മരിച്ച ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ സർക്കാരിന് അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനൊന്ന് തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിന്റെ വിവരം പുറം ലോകം അറിയുന്നത് ഏറെ വൈകിയാണ്. ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്നാരോപിച്ച് PV അൻവർ MLA-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. ഒരു മനുഷ്യജീവൻ ഇവിടെ ഈ കോലത്തിൽ ഒരു ആന ചവിട്ടി അരച്ചിട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട്, ഒരു ഇടപെടൽ ഒരു സർക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ ഈ അങ്ങാടിയിലൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ വില ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സർക്കാർ കണക്കാക്കുന്നില്ല. ക്രിസ്മസ് അവധി കഴിഞ്ഞ് മകളെ ഹോസ്റ്റലിലാക്കി മടങ്ങും വഴിയാണ് അപകടം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് കൈമാറി. മീഡിയ 1 കോഴിക്കോട്.